ഇന്നലെ നമ്മൾ പാലാരിവട്ടത്ത് നമ്മുടെ ഹൈവേ ഗാർഡനിൽ വെച്ചിട്ട് നമ്മുടെ കേശുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്നതെന്ന് വെച്ചാൽ അവൻ ആദ്യം തന്നെ പോയതും സ്നേഹം കൊണ്ട് വലിയൊരു പീസ് കേക്കാണ് എൻ്റെ വായിലേക്ക് വെച്ച് വന്നത്. എനിക്കത് തിന്നാൻ പോലും പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടെൻഷൻ മുഴുവൻ എന്താ വെച്ചാൽ മുഖത്തൊക്കെ വെച്ച് തേക്കുമോ എന്നുള്ളതൊക്കെയായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഋഷി ഉണ്ടായിരുന്നു. ഋഷിയുടെ അതായത് മുടിയനുണ്ടായിരുന്നു, മുടിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, നമ്മുടെ ഐഷു, പിന്നെ നമ്മുടെ ശരത്തിൻ്റെ വൈഫ് ആർത്തി, പിന്നെ ദേ പാറക്കുട്ടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രുക്കും ഉണ്ട് അവിടെ ആയിട്ട്. പിന്നെ നമ്മുടെ കേശുവിൻ്റെ അമ്മയാണ് ആ യെല്ലോ കളറിൽ ചുരിദാർ ഇട്ടിട്ടുള്ള ബീന ചേച്ചി. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു സെലിബ്രേഷൻ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ കേശുവൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ലേറ്റായിട്ടാണ് കേശുവൊക്കെ എത്തിയത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളും മുടിയനും നമ്മൾ ശരത്തും ഞങ്ങളെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ല, എനിക്ക് അവിടെ ഇരുന്നിട്ട് മെയിനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. ലുക്കും ഞാനും കൂടെ കിടന്ന് കളിക്കലായിരുന്നു അവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നത്. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ബ്ലോക്കിൽ പെട്ട കാരണം നമ്മളവിടെ ഭയങ്കര പോസ്റ്റായിപ്പോയി. ഇന്നലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാരിവട്ടത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ സമയം പോകാനായിട്ട് നമ്മുടെ രുക്കും കിച്ചുവൊക്കെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ പിന്നാലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിപ്പാടി നടന്ന് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് കുറേ സമയം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ എന്താ പറയുക കേശുവും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മുടിയൻ ജാക്കറ്റൊക്കെ ഊരിപ്പിച്ചു കേശുവിൻ്റെ. എന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തു ഇടാനായിട്ട്. പിന്നെ കേശു വേഗം പോയി ആ ഡ്രസ്സൊക്കെ മാറി വന്ന് അങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പാസ് ഉണ്ടായത് നമ്മുടെ കിച്ചു, എൻ്റെ മടിയിലിരിക്കുന്ന കിച്ചുവും മറ്റേത് രുക്കുമാണ് കേട്ടോ. നമ്മുടെ ശരത്തളിയൻ്റെ പിള്ളേരാണ്. എന്നെ ഭയങ്കര കാര്യമാണ് അവർക്ക്. പിന്നെന്താ പറയുക, അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഭയങ്കര രസമുള്ളൊരു ഡേ ആയിരുന്നു ഇന്നലത്തെ ഈവനിങ് എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ട് ഭയങ്കര ഒരു നല്ല അടിപൊളി ഒരു സെലിബ്രേഷൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഉപ്പുമുളകിലുള്ള എല്ലാ ടീംസും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നു. കാരണം നമ്മുടെ കേശുവിൻ്റെ 18ാമത്തെ വയസ്സിൻ്റെ ആയതുകൊണ്ടാണ് അതൊരു എടുത്തത്. പിന്നെ ഇപ്പോൾ ഈ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പം പാട്ട് പാടി ഉറക്കുന്ന ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സോങ് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ മുടിയൻ വേഗം എടുത്ത് ഉറക്കിയതാണ് നമ്മുടെ കേശുവിനെ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇങ്ങനെ കത്തിയൊക്കെ വെച്ച്. പിന്നെ ആ നിൽക്കുന്നത് രേവതിയാണ്, മീര ചേച്ചിയുടെ മോളാണ്. ആൾ വയലിനിസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് വയലിൻ പ്ലേ ചെയ്യും കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും. എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോയിലെല്ലാം ഓവറായിട്ട് എല്ലാവരുടെ വോയിസും കൂടെ കയറിയതുകൊണ്ട് അത്ര ഒരു ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം എന്താ പറയുക, ഇവർ ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറുക്കുട്ടിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്ന് ഡാൻസ് കളിക്കലായിരുന്നു 2 ചേട്ടന്മാരുടെയും കൂടെ. ഭയങ്കര രസമായിരുന്നു. നല്ലൊരു ഈവനിങ്. കുറേ ദിവസമായിട്ട് നമ്മൾ വലിയൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ കുറേ നാളിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അത് നമ്മുടെ കേശുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ കിച്ചു ഏത് സമയത്തും ഈ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വലിഞ്ഞ് കയറുക, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴോട്ട് വീഴുക, എന്നിട്ട് കിടന്ന് കരയുക. ഇതാണ് പരിപാടി. പക്ഷേ എന്നെയായിട്ട് ഭയങ്കര കമ്പനിയാട്ടോ. ഞാൻ അവൾക്ക് പേര് തക്കുടു എന്നാണ് വിളിക്കുക. ഞാൻ തക്കുടു എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഒറ്റ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കും. അതാണ് മെയിൻ കാര്യം. പക്ഷെ എന്നെയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റായി. പിന്നെ ശരത്തളിയൻ്റെ കാര്യം പറയേണ്ട കാര്യമേ ഇല്ല. ശരത്തളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണ്, നമ്മുടെ ഒരു നല്ലൊരു ബ്രദറാണ്. ഭയങ്കര 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 എന്താ പറയുക, വേറെ ലെവൽ. ആർത്തിയും ശരത്തും ഒക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ കിച്ചുവിനെ എന്നെയും വീഡിയോ എടുക്കുന്ന ആർത്തിയാണ്. അവിടെ നിന്നിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ലവ് യു.